ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് നടന്ന ഗുണ കേവ് എക്സിബിഷൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. DG അമ്യൂസ്മെൻറ്റ്സ് ആണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വന്നത് ഒരു സാറ്റർഡേ ഈവനിങ് ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ എല്ലാ ഡീറ്റെയിലിങ്ങും അവർ ചെയ്തിട്ടുണ്ട്. വൈൽഡ് ആനിമൽസിനെ സെറ്റ് ചെയ്തതാണെങ്കിലും ആ ഒരു ഗ്രീനറി കൊണ്ടുവന്നതാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ടിക്കറ്റ് റേറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാം, അതൊന്ന് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ എക്സിബിഷൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലിയൊരു വവ്വാലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുണ കേവ് പേര് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ കയറുമ്പോൾ ഡെവിൾസ് കിച്ചൺ എന്നുള്ള നെയിം ബോർഡാണ് നേരെ കാണുന്നത്. ഇവിടെ ഫുള്ളായിട്ടും അവരൊരു ഗുഹ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ലൈറ്റ്സും പടർന്നു നിൽക്കുന്ന വള്ളികളും പിന്നെ കുറേ വവ്വാലുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം നല്ല റഷായതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ ആകുന്ന വിധത്തിൽ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാം. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും ഏകദേശം ഒരു ഗുഹയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ആംബിയൻസാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ലൈറ്റ്സ് അവിടെ ഇവിടെ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഏകദേശം ആ ഗുഹയുടെ ഉള്ളിലുള്ള എഴുത്തുകളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാണുന്ന വവ്വാലിൻ്റെ ചെറിയ ചെറിയ മോഡൽസ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സീനുകൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നടന്ന് നീങ്ങുന്ന സമയത്ത് ഫാനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഒരു ചൂടെടുക്കുന്ന പോലെയൊന്നും തോന്നില്ല. ഇത് അത്യാവശ്യം ഉള്ളിൽ നടക്കാനുണ്ട്. എടുത്ത് പറയേണ്ടത് ഓരോ ഡീറ്റെയിലിംഗ് ആണ്. അതായത് സ്കെൽറ്റൻസ് വെച്ചതാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ മഞ്ഞുമൽ ബോയ്സിലെ ഫിലിമിലെ ഓരോ സീൻസ് അവർ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഓരോ മോഡൽസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും പിന്നെ ഈ ബാറ്റാണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു ഗുഹയുടെ ഒരു എഫക്റ്റ് നമുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റേ ഫിലിമിലെ കുട്ടേട്ടൻ റെസ്ക്യൂ ചെയ്യാൻ വരുന്നൊരു സീനില്ലേ, അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിങ്ങും കാണാം. ഇനി ഇവിടെ സ്കെൽട്ടൻസും പിന്നെ കുറേ ടൈഗറിൻ്റെ ഒക്കെ ഒരു മോഡൽസും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നടന്നു പോയി എൻട്രി ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഏരിയ ആണ്. ഇവിടെയും
ഫുള്ള് നമ്മൾ ഗുഹയിലത്തെ ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നമ്മുടെ ഗുണ ഫിലിമിലെ ഒരു സീനും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വാട്ടർഫാൾ പോലൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു റൂമിലേക്കാണ്. ഇവിടെ നമ്മുടെ ഗുണ കേവിൻ്റെ ഹിസ്റ്ററിയും ഡീറ്റെയിൽസും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ എൻഡിൽ നമ്മുടെ റിയൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു പോർഷനിലേക്കാണ്. ഇവിടെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. നല്ലൊരു തണുത്ത കാറ്റ് നമുക്കിവിടെ കയറുമ്പോൾ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കയറുന്നതാണ് സ്നോ വേൾഡ്. ഈ സ്നോ വേൾഡിൻ്റെ എൻട്രൻസിൽ കൂടെ നമ്മൾ കടന്ന് കയറുന്ന സമയത്ത് ഫുൾ ഒരു എന്താ പറയുക, ഒരു പോളാർ ബെയേഴ്സും മൊത്തത്തിലൊരു സ്നോയി എഫക്റ്റായിട്ടാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോളാർ ബെയേഴ്സും പിന്നെ അങ്ങനത്തെ ആനിമൽസും മാത്രമല്ല, ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രീസ് ആണെങ്കിലും ലൈറ്റിങ്സ് ആണെങ്കിലും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടേക്ക് നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് മെയിനായിട്ട് പറയേണ്ടത് കേട്ടോ. നമ്മുടെ എല്ലാ ഫോട്ടോസും നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അവർ എയർ സർക്കുലേഷൻ നല്ല രീതിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിരക്കുള്ള ദിവസം നമുക്ക് പോയാലും ആ ഒരു ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്നോ വേൾഡിൻ്റെ കൂടുതൽ കാഴ്ചകൾ. ഇനി സ്നോ വേൾഡിൽ നിന്ന് നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്കാണ് പോകുന്നത്. ആ ഒരു ഡോർ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസാണ്. ഇതെന്തായാലും ഒരു ചെറിയൊരു വർക്കായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം നല്ല രീതിക്ക് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇവിടുന്ന് നമ്മൾ എൻട്രി ചെയ്ത് ആ മെയിൻ ഹാളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവർ ആ ഫ്ലവേഴ്സ് കൊണ്ട് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു ഹൈലൈറ്റായിട്ട് തോന്നിയത് ഈ ഒരു ഫൗണ്ടെയിനാണ്. പിന്നെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള ലൈറ്റ്സ്, അത് കാണാൻ തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്താൽ ഇതുപോലത്തെ സ്റ്റാളുകളിലേക്കാണ് വരുന്നത്. പല ടൈപ്പ് സ്റ്റാളുകളുണ്ട്. ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ശരി, ഇതുപോലെ ചാട്ടാണെങ്കിലും അങ്ങനെ പല ടൈപ്പ് സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫാമിലി ഗെയിംസ്, റൈഡുകൾ, പിന്നെ ഗോസ്റ്റ് ഹൗസ്, ഇതൊക്കെ ഇവിടെയാണ് ഉള്ളത്. പിന്നെ കൂടാതെ പോപ്കോൺ, അങ്ങനത്തെ ഐസ്ക്രീം, അങ്ങനത്തെ സ്നാക്സും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് തന്നെ ഇഷ്ടം പോലെ റൈഡുകളുണ്ട് ഇവിടെ കളിക്കാനായിട്ടും. അപ്പോൾ ഈ എക്സിബിഷൻ കാണാത്തവർ നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനും കുക്കിംഗ് വീഡിയോസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.